വൺസ് അഗെയിൻ സന്തോഷ് സൗമ്യ ഒഫീഷ്യൽ എന്ന നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ലൊരു സൺഡേ ആയിട്ട് ഇന്നലെ പൊറോട്ടയും അപ്പവും ചിക്കൻ കറി എല്ലാം കഴിച്ചിട്ട് ലൈവിലിരുന്ന് കഴിച്ചുകൊണ്ടാണ് എന്തോ വയറ്റിലൊരു കുളുകുളു. അപ്പോൾ ഇന്ന് ചോറുണ്ടില്ല. അങ്ങനെ ഇങ്ങനെ പറമ്പിലേക്ക് നോക്കിയപ്പോൾ ഇതോ കണ്ണേട്ടൻ്റെ കപ്പത്തോട്ടം ഇങ്ങനെ നിൽക്കുന്നു. വല്ലതും ഉണ്ടോയെന്നറിയില്ല. കപ്പ പറിക്കുവാണ്. ഇങ്ങോട്ട് വാ അങ്ങനെ ബാ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കാന്താരിയെ നിറച്ച് കാന്താരി, അപ്പോൾ ആ കാന്താരി ഉള്ളിയും കൂടെ പൊട്ടിച്ച് ഇത് ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ കേട്ടോ. അതിലിഷ്ടം പോലെ കാന്താരി ഉണ്ട്. അത് വിളഞ്ഞൊന്നും ഇല്ലടി. നോക്കാം, കൂട്ടത്തിൽ മുറ്റിയത് നോക്കി നമുക്ക് പിഴുതെടുക്കാം. അത് ഞാൻ വീഡിയോ പിടിക്കുന്ന ആളാ. കൊടുത്തുവാ. അത് വിളഞ്ഞൊന്നും എനിക്കറിയില്ല. വിളഞ്ഞാലും വിളഞ്ഞില്ലേലും നമുക്ക് പുഴുങ്ങാം. വേറെ കാണത്തുള്ളൂ ഇനി ഓളമീ. വാ. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണടയുടെ കാന്താരി. നോക്ക് മൊത്തം കാന്താരിയാണേ. എൻ്റെ കാന്താരി. ആ പൊന്നൂൻ്റെ കാന്താരി. ഇതുണ്ടോ കുറച്ച് ഞാൻ പറിച്ചേ. ഇത് താഴെ കൊണ്ടുവന്ന് ഇത് കണ്ടോ പിള്ളേരെ, ഭംഗിയുള്ള വാത്സച്ചെടിയൊക്കെ വെച്ചേക്കുന്ന. അപ്പോൾ ഇത് കണ്ണേട്ടൻ്റെ കപ്പത്തോട്ടം. അന്ന് ആ കാറ്റ് പിടിച്ചില്ലേ, മഴ പെയ്ത് കാറ്റടിച്ചപ്പോൾ ഈ കപ്പയെല്ലാം പെടന്നു പോയി. ഇവിടെ കുറേ കപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പെടന്നു പോയി. അപ്പം ഞങ്ങളിതിൻ്റെല്ലാം മണ്ട കുറേ എണ്ണത്തിനെ കൊടുത്തു വെച്ചേക്കുക. നോക്കാവേ കൃഷി എന്താവോ നിന്ന് നോക്കിക്കോ. അതെന്ത് കൊടുക്കണം ചുമപ്പും മഞ്ഞ്. ഇതിനെ ആരെങ്കിലും നമ്മൾ നശിപ്പിക്കാൻ പറ്റും ചെയ്തതാണ്. ഓക്കെ കായുണ്ടോ? പൊട്ടിച്ച് പൊട്ടിപ്പോട്ടുണ്ടോ നോക്കാം. ഇത് വേണ്ട. ആഹാ അടിപൊളി. ആ സൂപ്പർ. കഴിഞ്ഞു. ഇനി ഉണ്ടോ? എന്നാ ഏതായാലും നമുക്ക് ഇതുകൂടെ നോക്കാം. അത് മണ്ട പിടിച്ചില്ലേ? അവിടെ മണ്ട പിടിയല്ലേ, എങ്ങനെ പൊക്കും? അതൊക്കെ പൊക്കാം. ഞാൻ പൊക്കാം. ഐശ്വര്യമുള്ള ആളുകൾ പൊക്കിയാൽ ഒരുപാട് ആവത്തുള്ളൂ. ഓക്കെ. എന്ത് കുഴപ്പമില്ലത് ഓടിക്കട്ടെ. ഓക്കെ. നെഗറ്റീവ് കടയാളികളെ നിന്നെയൊക്കെ എൻ്റെ കൈ കിട്ടിയാൽ ഇതുപോലെ ആട്ടി എടാ ഇരുന്നടാ. നടക്കത്തില്ല. കറക്കണ്ട, പിടിച്ചോ. കറക്കേ. നീ കളിച്ചില്ല, നീ പിടിക്കുന്നില്ല. ഇതെന്തത് കപ്പ തന്നെയാണ് നട്ടിരിക്കുന്നത്. നല്ല വല്ല ഈ ഉരുക്കി പിടിക്കുക. അങ്ങോട്ട് അതെനിക്കൊരു സംശയം കണ്ടു. നിങ്ങളുടെ കൃഷി ഫൗളാ. നിങ്ങൾ കപ്പ നട്ടോടത്ത് എങ്ങനെ അടങ്ങുന്ന തെങ്ങ് വരുന്നത്? ശരിയോ. ആ ഒരു കാ പറഞ്ഞു പോയിട്ടുണ്ട്. ഇല്ല ഉണ്ട്. വേണ്ട ഇതെന്താ കേട്ടില്ല. തികയും മതി. വെറുതെ ആയിപ്പോയി. അയ്യോ അത് വേണം.
വാവ്. ഇതൊക്കെ ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ പിള്ളേരെ. ഇത് ഇനിയും ഉണ്ടാ 4-5 മാസത്തെ വിളവ്. പിച്ചാത്തി എടുത്തില്ല. പിച്ചാത്തി എടുത്തില്ല. നമുക്കിതിനെ അങ്ങോട്ട് കൊണ്ട് വെട്ടി കളിക്കാം. നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും കേട്ടോ. എന്നെ ഈ വീട്ടിലിട്ട് വുമൻസ് ഡേ ആയിട്ട് എന്നെ നിങ്ങൾ വീട്ടിലിട്ട് പീഡിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതാണ് ഇന്ന് പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കേണ്ട ദിവസമാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തില്ല, ഇങ്ങനെ കൊണ്ടിട്ട് പുഴുങ്ങിക്കണം. എന്നാ വിളി എന്നാ. ആ കമ്പ് പിടിച്ചു വന്നിട്ട് വായ ഇതും കൊണ്ട് പോകുന്ന ഇത് കൊണ്ടുകൂടി ഒന്ന് കണ്ട വല്ല കുഴപ്പമുണ്ടോ? ബാ ഇനിയുണ്ടോ? ഇത് കണ്ണിട്ടിൻ്റെ കുഴപ്പമില്ലടാ പിള്ളേരെ. ഇതൊക്കെ ഇനി ഒരു 5-6 മാസം കൊണ്ട് നിന്നാൽ മാത്രമേ അത് ഇതാകും. വേറെ മൂത്രം കഴിക്കും. വാ നോക്ക് നോക്ക്, കണ്ടോ 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 നോക്ക്. നോക്കണ്ണ, ഇത് വിളഞ്ഞിട്ടുണ്ടോ കാണേട്ടാ? ഇങ്ങനെ കുത്തി നോക്കുന്നു. എത്തി നോക്കുന്നു. കുത്തി കുത്തി നോക്കാനോ? കണ്ടോ? എടുത്തോടി, അവിടുന്ന് കപ്പയിൽ എടുത്തോടി. അയ്യോ, ഇതിനെന്നാ ഒരു അസുഖം. ചികിത്സിക്കാം. ഈ ചക്കൊരു അസുഖം കണ്ടോ? അയ്യോ, ആരാണ്ട് കണ്ണ് വെച്ചതാണോ തോന്നുന്നേ. കണ്ടോ എന്തോ ചെയ്യാ പോവില്ല. ആ നമ്മുടെ ലൈവ് പോലെ തന്നെ ഈ ഇവിടെ ഉണ്ട് തോരപ്പന്മാര്. അപ്പം എന്നെ കഴിവുകറികൾ കാണിക്കുന്ന പരിപാടി ഇങ്ങോട്ട് നോക്കണം പിള്ളേരെ. എന്നും ഞങ്ങളിത് മമ്മട്ടിയിട്ട് മാണ്ടും, അല്ല മമ്മട്ടിയിട്ട് മൂടും. എലി നേരം വെളുക്കുമ്പോൾ വന്ന് തുറക്കും. ഇത് തന്നെ പരിപാടി. ഇവിടുന്ന് കഴുകിക്കൊണ്ട് പോകാൻ കൊച്ചേ. നമ്മൾ മൂന്ന് അത്ര ഇവിടെ എന്നാൽ 3 ഇവിടെ പറ്റുള്ളൂ. ഒരെണ്ണം വേടല്ലായിരുന്നോ? അപ്പം നമ്മളെ കണ്ണേറ്റം കൃഷി ചെയ്ത സ്വന്തം ബലം. ഓ നോക്കട്ടെ, അഹങ്കാരം ഉണ്ടോ ഈ മുഖത്ത്? കർഷകനാടി കർഷകൻ. ഓ എന്താ ചെയ്യ. ഇത് വേണം എന്നാ ചെയ്യുന്നത്. എന്താ ഈ കമ്പെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നടാ കണ്ണേട്ടാ. വേരുകൾ വരുന്നത് കണ്ടോ? അല്ല ഇത് 6 മാസ കപ്പ എന്നുള്ളത്. ഇപ്പോൾ ഇത് എന്തോ ചെയ്യുന്നത്? 6 മാസമൊന്നുമല്ല. അല്ല പക്ഷെ ഓ മാറിക്കറി പക്ഷേ അത് മാത്രം ആരോഗ്യമില്ലാതെ പോയി. ഇത്രയും കപ്പ കിട്ടി കേട്ടോ നമുക്ക് മുഴുങ്ങ. നമുക്കുള്ളതൊന്നും പിന്നെ നമുക്ക് അത്രയും പോലും വേണ്ട. വെറുതെ ആർക്കെങ്കിലും 10 പേർക്ക് കൊടുത്താലോ? മതി. നമസ്കാരം. ഇത് കണ്ടോ എൻ്റെ കപ്പ. എവിടെ പിള്ളേരെ കണ്ണേട്ടനും കപ്പയും എന്താ ചെയ്യണക്ക്. ഉണ്ടോ നല്ല സൂപ്പർ കപ്പയാണ്. അടിപൊളി. ചിലതൊക്കെ വിളഞ്ഞു തോന്നേ. നിങ്ങളല്ലേ പറയുന്നത് 2 മാസം കൂടെ? 1 മാസം കൂടെ നിന്നാൽ നല്ല മുഴുക്കും കപ്പ. നമ്മളാളുകൾക്ക് ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. അത് തുടങ്ങിയപ്പോൾ പക്ഷേ സത്യം പറഞ്ഞു, ഞാനൊരു സത്യം പറയട്ടെ. ഇന്നലെ ഞാൻ വിചാരിച്ചതാ നമ്മളെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി അതിൽ നിന്ന് ചെന്നൊരു കപ്പ ചൂട് പിഴുത് കൊച്ചതായിട്ട് കൊത്തി നമ്മൾ കപ്പ വേവിക്കുന്നതിന് കൊത്തത്തില്ലേ, അതുകൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് വറുത്തെടുക്കത്തില്ലേ കപ്പ, അതുപോലെ ഉണ്ടാക്കാം. കട്ടൻ കാപ്പി ഇട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ഇറക്കുമ്പോൾ നിങ്ങൾ കാണുമല്ലോ എന്നവർക്ക് മാത്രമാണ് അല്ല ഞാൻ വിചാരിച്ചേനെ. അപ്പോൾ അവൾക്ക് ഈറ്റിംഗ് ഡേ പോയേനെ. എന്താണ് അഭിപ്രായം? അപ്പം ഇനി അടുത്ത കപ്പ കറി എന്നാ? ഇനിയും പറയില്ല, ഉടനെ എങ്ങും. അതന്നെ. ഇനി 1 മാസം കഴിഞ്ഞു. ഇത് മൂത്ത് കണ്ണ മൂത്ത് ഇത് മുഴുക്കണോടി. ഇത് നല്ല മഴ വരട്ടെ.
മഴക്കാലം എന്നാണ് മഴ വന്നു കഴിയുമ്പോൾ മഴ അടച്ചു പിടിക്കുമ്പോൾ നമുക്ക് കപ്പ പൊഴുത് കട്ടൻ കോപ്പി കുടിക്കാം. അന്നേരം കട്ടൻ കാപ്പിപ്പൊടി വാങ്ങിക്കേണ്ടി വരും. 2 മാസം കഴിയുമ്പം കാപ്പിപ്പൊടി തീരും. എന്താ മിണ്ടാത്ത കപ്പ മൊത്തം പറിച്ചെടുത്താൽ ആ കാപ്പോടിയുടെ വൈകാകത്തില്ല. എന്താ ചെയ്യാൻ? അപ്പോൾ നമ്മുടെ കണ്ണേട്ടൻ്റെ കണ്ണേട്ടൻ നട്ട കപ്പ പൊളിച്ച് നമ്മളിത് അടുപ്പിൽ വെച്ച് ഇങ്ങനെ പുളപ്പുളപ്പുള നല്ല തിളയ്ക്കുന്നുണ്ട്. നല്ല മണം. കുറച്ച് ഉപ്പം ഇട്ടിട്ടെടുക്കാം. കപ്പ പുഴുകുമ്പോഴേ ഇത്തിരി ഉപ്പ് മുന്നോട്ട് വേണം എന്ന് പറഞ്ഞാൽ വായി വെക്കാൻ പറ്റാത്ത രീതി വാരി ഇട്ടേക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കത് നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. പാവം എത്ര പ്രാവശ്യം ഈ ഉണക്കത്തെല്ലാം വണ്ടിയെ പോയിട്ട് വന്നിട്ട് കപ്പയ്ക്ക് നിങ്ങൾ ലൈവിൽ ചോദിക്കത്തില്ല, ഇന്ത്യ കണ്ണാടൻ കപ്പയ്ക്ക് വെള്ളം ഒഴിക്കുക, കപ്പയ്ക്ക് വളമിടുക എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കപ്പ ഇതോ നല്ലതായിട്ട് തിളച്ച് സെറ്റായത് വിണ്ട് കീറി വരുന്നുണ്ട്. അടിപൊളി. ഓ എന്തൊരു വെന്ത് പോകുന്നു കൈ നോക്കിക്കേ. കുറേ നേരമായിട്ട് അതിനിടയ്ക്ക് ഞങ്ങളൊരു പരിപാടി ഒപ്പിച്ചു. ഈ കപ്പ വെട്ടിപ്പൊളിച്ച് കഴുകി വാരിപ്പെറുക്കി അടുപ്പ് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ഒരു പുതിയ റീലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് പോയി കാണണം കേട്ടോ. കാക്ക ആരാന്ന് ആ കാർപ്പണ്ടർ അല്ല മരം കൊത്തി. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കയറി നോക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പെഷ്യൽ കട്ടൻ കാപ്പി. സൂപ്പർ. ഇത് തിളക്കും തോറുണ്ടല്ലോ ഇങ്ങനെ പൊളന്നു വരികയാണ്. ഇതങ്ങ് വെച്ചങ്ങ് കഴിച്ചാലേ ഇപ്പോൾ കൈ പൊള്ളിക്കണേ. നല്ല സെറ്റായിട്ട് കണ്ടോ വെന്തിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന് കറക്റ്റ് വേവായില്ല, വിളവായിട്ടില്ല. ഇതേണ്ട നല്ല സൂപ്പർ. അപ്പം കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുക. ഞാനിതിൻ്റെ തീ കുറച്ച് വെച്ചിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അപ്പം ഇത് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ടു. ഇനി നമുക്കിത് വെന്തിട്ട് ഇത് അടച്ചിട്ടിട്ട് നമുക്ക് കാന്താരിയും ഉള്ളിയും കൂടെ ചതച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കട്ടൻ കാപ്പി അനത്തുന്നുള്ള വീഡിയോ ആക്കി തരാം. എന്നിട്ട് നമുക്കത് ഒന്നിച്ചിരുന്ന് കഴിക്കാം കേടാ. അപ്പോൾ ഇത് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് സെറ്റായിട്ട് നമ്മളിതിൻ്റെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കപ്പ ഇടിച്ചു, കാന്താരി ചതച്ച് വെളിച്ചെണ്ണ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ കട്ടൻ കാപ്പി സെറ്റ് ചെയ്യാം. അപ്പോൾ കട്ടൻ കാപ്പി സെറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ വെള്ളം വെച്ചു. എന്നിട്ട് നമുക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം കാപ്പിപ്പൊടി ഇടാവുള്ളൂ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാവേ. കാടൻ സൈഡിൽ നിന്നും കുറച്ചെന്ന് പറഞ്ഞത് എന്തറിയോ, ഞാൻ കാപ്പി എടുത്തുമ്പോൾ കുറച്ച് പൊതുവേ ഞാൻ മധുരം കൂട്ടിയാണ് ഇടുന്നത്. പക്ഷെ കാപ്പി തണുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ചൂട് കാപ്പി കുടിക്കുന്നതിനേക്കാൾ മധുരം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക ചൊരുക്കും. അപ്പം നമുക്ക് കാപ്പി തിളപ്പിക്കാം. എത്ര ഒരു വയ്യാഴിക വന്നാലും ഉണ്ടല്ലോ, നമുക്ക് നന്നായി വിശപ്പും ദാഹമായിട്ടിരിക്കുവാണെങ്കിലും എന്തെങ്കിലും ഒരു തലവേദനയോ വയ്യാഴികയായിട്ടിരിക്കുവാണെങ്കിലും നല്ല ചൂട് കട്ടൻ കാപ്പി കുടിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഓക്കെ ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ കാപ്പി. കാരണം കട്ടൻ കാപ്പി കുടിച്ചാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര പവറാണ്. ഇതുണ്ടോ, ആഹാ എന്നാ മാമ ഇതുണ്ട്. ഇത് ഞാൻ ഉലുവാപ്പൊടി ഇതിനകത്ത് മിക്സ് ചെയ്തേക്കുന്ന ഏലക്ക ഉലുവയുടെ ഒക്കെ പൊടി മിക്സ് ചെയ്തേക്കാണ്. കൊല്ലാട ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചെങ്ങന്നൂർ ചന്തയിലോട്ട് കയറുന്നിടത്ത് ഒരു താര എന്ന് പറഞ്ഞൊരു കടയുണ്ട്, താര. അവിടെ നിന്ന് നമ്മൾ അരക്കിലൂടെ കാപ്പിപ്പൊടി പാക്കറ്റ് വാങ്ങി. ഇന്നലെയോട് ചോദിച്ചു, എനിക്ക് ഇന്നലെയാണ് പിള്ളേരെ മനസ്സിലായത് കണ്ണേട്ടൻ എന്നോട് ഇത്ര സ്നേഹം തോന്നും. കണ്ണേട്ടൻ എന്നോട് ഇന്നലെ ചോദിക്കുക കാപ്പിപ്പൊടി തീർന്നോടിയെന്ന്. ഇങ്ങോട്ട് വാ, എന്നോട് ഇന്നലെ ചോദിക്കുകയാണ് പിള്ളേരെ കാപ്പിപ്പൊടി തീർന്നോന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ മനുഷ്യൻ്റെ ഈ ഹൃദയം മൊത്തം എന്നുള്ള സ്നേഹമാണ്. കാപ്പി വിരിയരുത്, മുളകിടിച്ചത്. അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുവാണ്. നിങ്ങൾ ഓർക്കും
ഷൂ ഇതെന്തുവാടാ ഇവർക്ക് ഇത് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം മാറ്റം വീട്ടിയാ ഇവരെന്തോ എല്ലാം ഉടായ്പാണല്ലോ ഒരു ഡപ്പയും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ഇതെല്ലാം പഴയതാണ് ഇതെല്ലാം വർഷങ്ങളായതാണേ നമ്മൾ സ്വന്തമായിട്ടൊരു വീടാകുമ്പോൾ നമുക്കെല്ലാം പുതുതായിട്ടുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ഈ ദൂർത്ത് ചിലവുകളൊന്നും നടത്തേണ്ട കാര്യമില്ല അപ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തേ മതി ഇത് ഒറിജിനൽ കാപ്പിപ്പൊടി ആയതുകൊണ്ട് ഒരുപാട് വേണ്ട അപ്പോൾ നന്നായി തിളച്ച് മണം വരുന്നുണ്ട് എന്നിട്ട് അപ്പം നമുക്ക് ഒരു പാത്രത്തിലോട്ട് കപ്പി എടുത്ത് ഈ മുളകിച്ചതും എടുത്ത് കാപ്പി എടുത്തുകൊണ്ട് പോയി നമുക്കങ്ങ് കഴിക്കാം ഇപ്പോൾ കാപ്പി തിളച്ച് മണം വന്നോ മണം വന്നോ അപ്പോൾ കാപ്പി തിളച്ച് നമുക്ക് കാപ്പി കുടിക്കാൻ കേട്ടോ വാ കഴിക്കാൻ വായോ പോവാം അപ്പോൾ എന്താണെന്നറിയില്ല പിള്ളേരെ ഭയങ്കര ഒരു കുന്തളിപ്പ് കണ്ണേട്ടൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പറോ കഴിച്ചില്ല ഇനിയിപ്പുറം സൂപ്പറോ നമ്മുടെ കാന്താരിയും കൊച്ചുള്ളിയും 2 പച്ചമുളകും കൂടെ ചവച്ചതും കപ്പയും ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് താഴെ വെക്ക് അപ്പോൾ നമ്മുടെ സെറ്റ് കാപ്പി ഇത് കണ്ണേട്ടൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗ്ലാസ് ഏതാണെന്ന് നിങ്ങൾ തിരക്കിയാൽ അത് കണ്ണേട്ടൻ്റെയാണ് കാപ്പി നമ്മുടെ കണ്ണേട്ടൻ സൂപ്പറായിട്ട് നോക്കട്ടെ പിള്ളേരെ നല്ല പുട്ട് പോലെ വെന്ത ചൂടാ ചൂടമീനും കൂടെ ഉണ്ടായിരുന്നു ശരിയാ ആദ്യം കിട്ടിയ പീസ് അങ്ങേര് കഴിച്ച് എന്നാ നിങ്ങൾക്ക് ഇല്ല എനിക്കും അവർക്ക് കൊടുക്കണം എന്നാ ഇച്ചിരി ഏറെ കഴിച്ചോ അവൾ ഇച്ചിരി എടുത്തോളൂ എന്നാ കൊള്ളാണ് പിള്ളേരെ അടുത്ത് അത് കാര്യമില്ല നമ്മുടെ സ്വന്തം കൈ നമ്മുടെ സ്വന്തം വരും പോട്ടെ നല്ല കപ്പഴി അതെ ഇങ്ങനെ കപ്പ എടുക്കുക എന്നിട്ട് ഈ മുളകിനകത്തോട്ട് എടുത്ത് ആക്രമിക്കണം ഇങ്ങനെ ആക്രമിക്കണം എന്തി അമ്മയെ ആക്രമിക്കണം ഇങ്ങനെ അച്ഛനെ കൊടുക്ക അച്ഛനെ ആക്രമിക്കട്ടെ അയ്യോ കപ്പ വിഴുങ്ങി ഇപ്പൊ ചത്തു തടിയുണ്ട് മാറ്റി വെക്കുക തടിയല്ല ഒരു സൈഡിലോട്ട് വെക്കുക നല്ല ചൂട് കാപ്പിയോട് കൊടുക്കും അല്ലേ സെറ്റാ ഇങ്ങനെ കിട്ടുന്നില്ലേ അതെന്നാ പരിപാടിയോ അടിപൊളി ചരിച്ചു വെക്കണേ അതെവിടെ അതെ പിള്ളേരെ ഇത്രേ ഉള്ള കാര്യം കപ്പ പുഴുങ്ങണം കാന്താരിയും കൊച്ചുള്ളിയും വെളിച്ചെണ്ണയും പച്ചമുളക് ഇട്ട് ഞെവിടുക കാപ്പി അനത്തുക ഒരു കപ്പ പീസ് ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഒരു മര്യാദ കാണിക്കാതെ ഈ കപ്പക്കോത്ത് ഇങ്ങനെ ഞൊക്കി പൂക്കണം ഈ മുളകിനകത്ത് കുറച്ച് മുളക് ഏറെ എടുക്കണം ഇങ്ങനെ ഇതുണ്ടോ എന്നിട്ടും കേൾക്കണം എന്നിട്ടും ചൂട് കാപ്പി ഊതി ഇങ്ങനെ കുടിക്കണം കണ്ണൻ്റെ കപ്പയും പൊന്നൂൻ്റെ കാന്താരിയും എൻ്റെ പ്രിപ്പറേഷനും ഹഡാറ നല്ല പുട്ട് പോലെ വെന്ത കപ്പയാണ് ഉണ്ടോ ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച് പെരപ്പുറത്തൊക്കെ പോയി ഇരുന്ന് വിശാലമായി വീഡിയോ പിടിക്കാന്ന് അതൊരു ക്ഷമയില്ലെന്ന് പോവും പക്ഷെ കാന്താരിയും ഉള്ളി നല്ല സെറ്റ് കേട്ടോ അതെല്ലാം ഉപ്പ് മാത്രമേ നമ്മൾ കാശ് കൊടുത്ത് വന്നുള്ളൂ വെളിച്ചെണ്ണ ഉപ്പും ബാക്കി നമ്മുടെ സ്വന്തം കൃഷിയാണ് ഉള്ളി കപ്പയും കാന്താരി നമ്മുടെ കാന്താരി പൊന്നൂസിൻ്റെ കൃഷിയാണ് വാവ് സൂപ്പർ എന്താ കാണാ കണ്ണിൽ കൂടി വെള്ളം വരുന്നത് നാളെ കണ്ണുകൂടെ മാത്രമല്ല നമുക്കിതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കണം നമ്മൾ സ്വന്തം
കപ്പയ്ക്കകത്ത് മുളകില്ല വീർത്തു. പൊതുവിട്ടോ ഇന്നലെ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലൈവായി വന്ന് നിങ്ങൾ ഒരു സാധനം ഞാൻ തിരുന്ന കാണിക്കത്തില്ല. വെള്ളം കുടി. അയ്യോ കഴിക്കുന്ന സമയത്ത് കുറ്റം പറയില്ലേ, അപ്പൊ നിർവഹിക്കും. ഞാൻ കഴിക്കുന്ന സമയത്ത് ആരും എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ലൈവായി വന്നിട്ട് നിങ്ങളെ ഞാൻ കഴിക്കുന്ന കാണിക്കില്ല. ഇന്ന് കക്കൂസിന് കൂടിയിട്ടില്ല. ഇന്നലെ പൊറോട്ട ഇറച്ചി നിങ്ങളെ മുന്നിൽ ഇത് കഴിക്കാം. എനിക്ക് പനി വരെ പിടിച്ചു. ഇനി ഇങ്ങനെ ലൈവായിട്ട് ഞങ്ങൾ നിങ്ങളെ തിന്ന് കാണിച്ചു കൊതിപ്പിക്കത്തു വിയർത്തു. അന്തരീക്ഷത്തിൽ ഭയങ്കര ചൂട്, എരിവും കാപ്പിയും ചൂടും, കപ്പ എല്ലാം ചൂട്. അയ്യോ തൊണ്ടിടാണ് നല്ലതായിട്ട് വെന്തു. അതിലിച്ചിരി തൈര് ഒഴിക്കണം. സെറ്റാ കാന്താരിക്കകത്ത് തൈര് ഒഴിക്കണമെങ്കിൽ കഴിക്കണി കഴിച്ച് ചേർക്ക. നമുക്ക് പുതിയ ഒരു ഇതുപോലെ പാചക വീഡിയോ നമ്മളിനി പാചകം ചെയ്യുമ്പോൾ നമുക്ക് മേശയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് നമുക്ക് ബോനസിനെ കൊണ്ട് ഷോർട്സ് വീഡിയോ പിടിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാപ്പി ആസ്വദിച്ച് കുടിക്കണം കേട്ടോ. അയ്യോ എരിവ് എന്നിട്ട് കാപ്പി കുടിക്കല്ലേ, തകർന്നു പോകും നിങ്ങളുടെ. വൈ പറഞ്ഞു നോക്കാം. ചെയ്യോ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.